ഒരേ ഒരു സ്റ്റിച്ച്. എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു, എവരിതിങ് ഈസ് ഓക്കെ. നല്ല വേദനയുണ്ടോ മുന്നിട്ട്? സീതയ്ക്ക് എന്ത് പറ്റി? കുറെ കരഞ്ഞു മട്ടുണ്ടല്ലോ. അത് സീത കാരണമാണല്ലോ മുകുന്ദന് മുറിവ് പറ്റിയത്. ചെറുപ്പം മുതലേ ഇങ്ങനെ ആർക്ക് മുറിവ് പറ്റിയാലും കുറച്ചേരം ഇരുന്ന് കരയും. ഏതായാലും ഇനി മോഡലിംഗിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, വരൂ. വേണ്ട, ഇനി ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മാഡം പൊക്കോളൂ. അത് ശരി. ഇതുവരെ കൂടെ നിന്ന് എന്നെ അവസാന രംഗം വന്നപ്പോ പറഞ്ഞു വിടുകയാണോ? എല്ലാത്തിനും താങ്ക്സ്. രാത്രി ഒത്തിരി വൈകില്ലേ? അഖില പോയിക്കോളൂ. അപ്പൊ മുകുന്ദനും എന്നെ കൈയൊഴിയാണോ? അങ്ങനെയല്ല. ഞാൻ വരട്ടെ. ഓക്കെ. ആ, ലൈറ്റ് ഫുഡേ ആകാവുന്ന ഡോക്ടർ പറഞ്ഞത്. വേണമെങ്കിൽ ഞാൻ പൊടിയരിക്കഞ്ഞ് ഉണ്ടായിക്കൊണ്ട് വരാം. ബുദ്ധിമുട്ടുണ്ട, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം. അവളുടെ അമ്മൂമ്മയുടെ ഒരു പൊടിയരി കഞ്ഞി നിന്ന് കുണുങ്ങുന്ന കണ്ടപ്പോ മുഖത്തൊരെണ്ണം പൊട്ടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങളെ കരുതി മാത്രമാണ് ക്ഷമിച്ചത്. എന്നാ പോയി റെസ്റ്റ് എടുത്തോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കണ്ട. സ്വന്തം അനിയന്റെ മോനാണല്ലോ എന്ന് കരുതി അല്പം സ്വാതന്ത്ര്യം തന്നപ്പോ നീയൊക്കെ എന്റെ തലയെ കയറി നിരങ്ങാണല്ലടാ. എന്റെ മുകുന്ദനെ കൈനീട്ടി അടിക്കാൻ നിനക്ക് ആരാണോ അധികാരം തന്ന്? ആ ഡിസൈൻസിന്റെ കാര്യത്തിൽ മുകുന്ദൻ വെറുതെ എന്നോട് അടക്കായിരുന്നു. നിർത്ത്, ഒന്നും പറയണ്ട. നീ മുകുന്ദൻ മാത്രമാണ് എന്റെ ആര്യവിദ്യശാല ഇത്രയും ഡെവലപ്പ് ആക്കിയത്. നീയൊക്കെ എന്ത് പൊണ്ണാക്കട അവിടെ ചെയ്ത്? നിന്നെ കുറിച്ച് പല കംപ്ലൈന്റ് കിട്ടിയിട്ടും ഞാൻ ക്ഷമിച്ചു. ഇനി മുതൽ പ്ലാന്റേഷന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ അതിന് നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോവാം. മനസ്സിലായോ? ഓക്കോ? എനിക്കും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ ഫാൽഗു പെട്ടെന്ന് സേലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അവനും എന്റെ അനന്തരവനാണല്ലോ ഗായത്രിയുടെ മുറച്ചിറക്കൻ. നിന്റെ സ്വഭാവം എനിക്കറിയരുതോ? അവന്റെ ഇത്തിരി ദമ്പടി കൂടുതൽ കണ്ടോണ്ടല്ലേ നീ അങ്ങോട്ട് ചാടാൻ നോക്കിയത്? അല്ലേലും അമേദ്യത്തിൽ തരി വെറുക്കുന്നവനാണല്ലോ. അയ്യേ, താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ, ഇതിൽ എന്റെ മകൾ ഗായത്രിയുടെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ആ പിന്നെ ഈ മുഹൂർത്തത്തിന് മുമ്പേ നിശ്ചയത്തിന് താരം എത്തിയേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോടോ. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ വിവാഹ നിശ്ചയത്തിന് എത്തും. ആഹാരം കൂടി കഴിച്ചിട്ട് അവിടുന്ന് മടങ്ങും. പോരെ? ഇന്ന് കാലത്താണ് അമ്മാവൻ എന്നെ വിളിച്ചിട്ട് എന്റെയും ഗായത്രിയുടെയും വിവാഹ നിശ്ചയം തീരുമാനിച്ചവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്മാവൻ എം ഡിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വിവാഹ നിശ്ചയത്തിന് ക്ഷണിക്കാനായിരിക്കും. ഉറപ്പാ? അതെ, ക്ഷണിക്കട്ടെ. സുഹൃത്തുക്കളാവുമ്പോൾ ക്ഷണിക്കണമല്ലോ. എം ഡി വിവാഹ നിശ്ചയത്തിന് വന്നാൽ നിനക്കതിൽ അഭിമാനിച്ചോടാ. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ എം ഡി നിന്നെ പോലൊരു തന്റെ കല്യാണ നിശ്ചയത്തിന് വരിക എന്ന് പറഞ്ഞ. എടാ മരച്ചിനി, കിഴങ്ങാന്ന് വിളിക്കാൻ മടിയുള്ളൂണ്ടാ. സീതാലക്ഷ്മിയുടെ ഭർത്താവായിട്ടല്ലേ അയാൾ എന്നെ അറിയുന്നത്. എന്ത് നീയും കൊടുങ്ങും, ഞാനും കൊടുങ്ങും, നിന്റെ ഭാര്യയും കൊടുങ്ങും, എന്റെ ഭാര്യ അവൻ പോണോളും കൊടുങ്ങും. ഒരു കാരണവശാലും എം ഡി വിവാഹ നിശ്ചയത്തിന് വരാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. നീ എന്ത് ചെയ്യാൻ പോവാ? അതെനിക്ക് സീരിയസ് ആയിട്ടൊന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ആ പ്രശ്നം നീ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് സോൾവ് ചെയ്യുന്ന എനിക്കറിയാം. എന്റെ ടെൻഷൻ അതല്ല. ആ ഫൽഗു മൂർഖന. എപ്പോ എങ്ങനെ എവിടെ കൂടെ ഇഴഞ്ഞു വന്ന അവൻ കൊത്തുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കിയാലല്ലാതെ നമ്മുടെ മുറപ്പെണ്ണുകളെ നമുക്ക് തിരിച്ചു കിട്ടില്ല. നീ പറയുന്നത് പോലെ ഉടൻ പറവളിലിറങ്ങാൻ അത്ര എളുപ്പമല്ല. ജയിലിൽ ചാടിയാലോ? അവനെ തട്ടിക്കഴിഞ്ഞാൽ സീതയും കൊണ്ട് ലങ്കയിലേക്ക് കടക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തരാം. ഇനി ഒരു ജയിൽ ചാട്ടം അപകടമാണ്. പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് ഇവിടെ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. പക്ഷേ പെട്ടെന്ന് അവർ ഗായത്രിയുടെ വിവാഹ നിശ്ചയം നടത്തും. നിശ്ചയം നടക്കും, പക്ഷെ വിവാഹം നടക്കില്ല. അതുവരെ ഈ രാഘവനെ അടച്ചിടാൻ ഈ ജയിലിന്റെ മതിലുകൾക്ക് ശക്തി ഉണ്ടാവില്ല. നീ വയ്ക്കോ? ശരി രാഘവ. പ്ലാന്റേഷനിൽ തീ പിടിച്ചു. ആരുടെ? നമ്മുടെ. എപ്പോ? ഇന്നലെ രാത്രി. ഇന്നലെ രാത്രിയോ? ഓ, എങ്കിൽ പിന്നെ മുഴുവൻ കത്തി നശിച്ചു കാണും. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം സാർ. എന്തിനാടോ? ചാമ്പല് കാണാനോ? ഫയർ എഞ്ചിനെ വിളിച്ചില്ലടോ? വിളിച്ചു, അവിടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഓ, ഇനി ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? മുകുന്ദപ്പോ എന്തെങ്കിലും ചെയ്യും. ഞാൻ പോയി നോക്കിയാ പോരാ, സാറും വന്ന് നോക്കണം. അഡ്വക്കേറ്റ് സുകുമാരനാരുടെ മകളുടെ വിവാഹ നിശ്ചയമാണ്. എനിക്ക് അങ്ങോട്ട് പോകണം. വിവാഹ നിശ്ചയമാണോ വലുത്? നമ്മുടെ സ്വന്തം പ്ലാന്റേഷൻ ആണോ വലുത്? പ്ലാന്റേഷൻ കത്തി നശിച്ചില്ലേ? ഇനിയിപ്പോ കല്യാണ നിശ്ചയമാണ് വലുത്. എന്നാലും എത്ര കോടി രൂപയുടെ സമ്പത്താണ് സാർ? അതേടോ, നമുക്ക് വേണേ നിശ്ചയം കഴിഞ്ഞു പോവാം. നിശ്ചയത്തിന് മുമ്പ് പോണം സാർ. മുൻപ് പോയാൽ കത്തിക്കഴിഞ്ഞതൊക്കെ പൂർവ്വസ്ഥിതിയിലാവോ? പോയില്ലെങ്കിൽ മിസ്റ്റർ മുകുന്ദൻ എന്ത് പറ്റി? തീരെ ലോജിക്കല്ല സംസാരിക്കുന്നല്ലോ.
പണിക്കരെ പുറപ്പെടാൻ സമയമായോ? സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പുറപ്പെടൂ. അയ്യോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു സാർ. പുറകിന്ന് വിളിച്ചല്ലോ. സാർ മുമ്പ് കയറി പോയതുകൊണ്ടല്ലേ. 7 കോടി രൂപയുടെ ഒരു ഓർഡർ നമുക്ക് തരാൻ വേണ്ടി ഗൗഹട്ടി എന്നൊരു പാർട്ടി താജ് ഹോട്ടലിൽ വന്ന് താമസിക്കുന്നുണ്ട്. 11:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ അവർ പോകും. അതിനു മുമ്പ് നമുക്കൊന്ന് പോയി അവരെ കാണാൻ സാർ. സാധ്യമല്ല. ഇനി കല്യാണ നിശ്ചയം കഴിഞ്ഞേ ഉള്ളൂ. എന്ത് സാർ 7 കോടി രൂപയാണ്. കോടികൾ വരും, കോടികൾ പോകും. അതാണ് കോടികളുടെ സ്വഭാവം. മാറി നിൽക്ക്. എങ്കിൽ പിന്നെ ഞാനും കയറാം സാർ. 3 പേര് ഒരുമിച്ച് പോരുന്നതാണ്. അതിപ്പോ ഡ്രൈവർ അടക്കം നമ്മൾ 4 പേരുണ്ടല്ലോ. ശരിയാണല്ലോ പണിക്കരെ. 4 പേരുണ്ടല്ലോ. ഡ്രൈവർ. അയ്യോ, വണ്ടി വിടല്ലേ. എനിക്ക് എന്തോ പോലെ. മുകുന്ദൻ. ഇപ്പൊ എനിക്ക് എല്ലാം ബോധ്യമായി സാർ. പ്ലാന്റേഷനിൽ തീ പിടിച്ചിട്ടില്ല. 7 കോടിയുടെ പാർട്ടി താജിൽ താമസിക്കുന്നില്ല. അതൊക്കെ ഇന്നലെ കണ്ടൊരു സ്വപ്നമായിരുന്നു. സ്വപ്നം? ആ സ്വപ്നം ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് കുരങ്ങനെ പോലെ ചാടുകയായിരുന്നു. അപ്പൊ തുടങ്ങിയതാണ് എന്റെ പഴയ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വന്നു. എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഡ്രൈവർ. വരൂ വരൂ വരൂ. അകത്തേക്കല്ലോ. ഹലോ, ഒന്നുകൂടി. കൺഗ്രാറ്റുലേഷൻ. അകത്തേക്കല്ലോ. ഹലോ, അതെ. ഒന്ന് വിട്ടോ. ഹലോ. കുട്ടിയാ. ആ, ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുക. എന്തായി? പറയുന്നത് മുഴുവൻ കേൾക്കണോ. MD തടയാൻ മറ്റു മാർഗങ്ങളൊക്കെ പൊളിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കേണ്ടി വന്നു. എങ്ങനെയെന്ന് പറ. MD ഇപ്പോ ഡോക്ടറുമായി എന്റെ ഹാർട്ടിന്റെ ചർച്ചയിലാ. അതെ, എന്റെ ഹൃദ്രോഗത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ MDയോട് സ്വപ്നയുടെ ഹാർട്ട് ഓപ്പറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഉടനെ അങ്ങേര് അവളുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള 1.5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി എന്റെ കയ്യിൽ തന്നു. ഇങ്ങേര് വട്ടനോ അതോ വട്ട് പിടിച്ച ഒരു ദൈവമോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ? എന്താ കാര്യം? മന്ത്രിക്ക് വരാൻ പറ്റില്ല. ഓഹോ, സാരമില്ല, കല്യാണത്തിന് വന്നാൽ മതി. മന്ത്രിക്ക് വരാൻ പറ്റില്ലെന്ന്. നീ വാ, സമയമായി. മോളെ അങ്ങോട്ട് കൊടുക്കും. ഇതങ്ങോട്ട്. കത്രികയും. മുകുന്ദന്റെ പെങ്ങൾക്കുള്ളത് ഒരു വീക്ക് ഹാർട്ട്. എന്റെയിലുള്ളത് പണം. ഇത് മൂന്നും കൂടി ചേർന്നപ്പോ നടന്നത് ഒരു ഓപ്പറേഷൻ. അതിന് എന്നോട് മാത്രമായിട്ട് നന്ദി പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല സാർ, 1.5 ലക്ഷം രൂപ അന്യനായ ഒരാൾക്ക് കൊടുക്കാൻ വലിയ മനസ്സുള്ള ഒരാൾക്ക് കഴിയും. നോക്കൂ മുകുന്ദൻ, എനിക്ക് വട്ടാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതെ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് വട്ടില്ല. ഇല്ല. ബാച്ചിലേഴ്സിനെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ജാതകം ചോദിച്ചു. മൂന്തനും കരുതി കാണും എനിക്ക് വട്ടാണെന്നല്ലേ. എല്ലാത്തിന്റെയും പുറകിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്റെ ജാതക പ്രകാരം 2 കൊല്ലത്തിനകം ഞാൻ മരിക്കും. എന്റെ കമ്പനി നിലനിൽക്കണം, എന്റെ മകൾ സുരക്ഷിതയായിരിക്കണം. രണ്ടിനും പറ്റിയ ഒരാളെ എനിക്ക് വേണമായിരുന്നു. കിട്ടി, എനിക്ക് അയാളെ കിട്ടി. ആശ്ചര്യപ്പെടണ്ട, ജാതക പ്രകാരം ഇവിടത്തെ മോൾക്കും മുകുന്ദനും സാർവ പൊരുത്തമുണ്ട്. എന്തു പറ്റി? മുകുന്ദ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാത്തത്. ഏകപ്പെട്ട സ്വത്തുക്കൾ, നല്ല കിളികിളി പോലൊരു പെണ്ണ്. സന്തോഷിക്കൂ. അതെ, സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എന്ത് പക്ഷേ? അത്ര പെട്ടെന്ന് ഇന്നല്ലല്ലോ കല്യാണം. കുറച്ചുകൂടെ നല്ലൊരു ഭർത്താവാണ് അഖിലക്ക് നല്ലത്. മുകുന്ദനാ അവൾക്ക് നല്ലത്. എനിക്ക് ഒരുപാട് പ്രായമായി, അതുകൊണ്ടാ. പ്രായം വേണം, എന്നാലേ പക്വതയുള്ള ഭർത്താവാകാൻ പറ്റൂ. എന്നാ ഞാനിനി ഒരു സത്യം പറയാം സാർ. എനിക്ക് സാറിന്റെ മകളെ ഇഷ്ടമല്ല. വെരി ഗുഡ്. അത്ര പെട്ടെന്ന് മുകുന്ദൻ അവളെ ഇഷ്ടപ്പെടരുത്. അവളുടെ വേഷവും മട്ടും ഭാവവും ഒന്നും എനിക്കും അത്ര ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് മുകുന്ദൻ അവളെ മാറ്റിയെടുക്കണം. അതല്ല സാർ പ്രശ്നം. ഒരു പ്രശ്നവും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. ഞാനൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. ശങ്കരവാര്യരുടെ മകൾ അഖിലയുടെ ഭർത്താവ് മുകുന്ദൻ തന്നെ. കണ്ണ്